അതുപോലെ തന്നെ PSCയുടെ കാര്യം ഓർത്തു നോക്കുക. 22 23 മെമ്പേഴ്സ് ഉണ്ട് PSCയിൽ. ഒക്കെ എങ്ങനെയുള്ളവരാ? ഏറ്റവും വലിയ മഹാരഥന്മാരൊന്നുമില്ല. PSC മെമ്പേഴ്സായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെയാണ് ആക്കുന്നത്. ഓരോ PSC മെമ്പേഴ്സിന്റെ ക്വാളിറ്റി ഒക്കെ കേട്ടാൽ നമ്മൾ സ്വന്തം വിട്ട് ചിരിച്ചു പോകും. അങ്ങനെയുള്ളവരാണ് PSC മെമ്പേഴ്സായിട്ട് വരുന്നത്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കേട്ടാൽ മൂക്കത്ത് കൈവിരൽ വെച്ച് പോലും പോകും നമ്മൾ. അതും ഈ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് എന്നത് എപ്പോഴും ഗവൺമെന്റ് ഓർക്കണം. ഇവിടെ 22 ഈ കൊച്ചു കേരളത്തിൽ ഹൈലി ഡിജിറ്റൽ എന്ന് പറഞ്ഞത് വീമ്പിളക്കുന്ന കൊച്ചു കേരളത്തില് 22 23 പേര് PSC മെമ്പേഴ്സ് ആയിട്ടുള്ളപ്പോൾ UPSC ഓൾ ഇന്ത്യ തലത്തിൽ 22 പരീക്ഷ, അതുകൂടാതെ വേറെയും കാണും 22 വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ 11 മെമ്പേഴ്സേ ഉള്ളൂ. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 7 8 മെമ്പേഴ്സ് വീതമേ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് കേരളത്തിൽ 22 23 മെമ്പേഴ്സിനെ വെച്ചിരിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്ര വലിയ ധിക്കാരം കാണിക്കുന്നത്.